നഗരത്തിനുള്ളിലെ വലിയ ലോകം. എല്ലാവർക്കും അറിയുന്ന കാനഡയിലെ നഗരമായ ടൊറന്റോയാണ് ഈ വലിയ ലോകം. ബാങ്കുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, വിവിധ ഇനം ഭക്ഷണശാലകൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ടൊറന്റോയിൽ. അതുകൊണ്ടാണ് ഉമ്മ പറയുന്ന തിക്കും തിരക്കും അവിടെയുള്ളത്. ഒന്റാരിയോ പ്രവിൻസിന്റെ തലസ്ഥാനം കൂടിയാണ് ടൊറന്റോ. കുടിയേറ്റക്കാരും ടൂറിസ്റ്റുകളും ഒരുപോലെ തിരക്കിയെത്തുന്ന സ്ഥലം. 2008 അവധിക്കാലം ചിലവഴിക്കാൻ ഞങ്ങൾ എത്തിയപ്പോൾ ടൊറന്റോയിലൂടെ ഒരു സിറ്റി ടൂർ നടത്തിയിരുന്നു. ടൊറന്റോ നഗരത്തിനുള്ളിൽ ഒരു ലോകം തന്നെയുണ്ട്, കാണാനും അറിയാനും പരിചയിക്കാനും. വിവിധ രാജ്യക്കാർ, വേഷങ്ങൾ, ഭക്ഷണരീതികൾ, ഭാഷകൾ എല്ലാം കൂടിക്കലർന്ന നഗരമാണ് ടൊറന്റോ. മിസിസാഗയിൽ നിന്ന് 5 മിനിറ്റ് ഇടവിട്ട് ടൊറന്റോയിലേക്ക് സബ്വേ എന്ന ഭൂഗർഭ ട്രെയിൻ സർവീസ് ഉണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവരുടെയും വിദ്യാർത്ഥികളുടെയും തിരക്കാണ്. നഗരം കാണാനാണെങ്കിൽ തിരക്കൊഴിഞ്ഞ് 10 മണിക്ക് ശേഷം പോകുന്നതാണ് നല്ലത്. ഉമ്മാക്ക് തിരക്ക് ഇഷ്ടല്ല, അതുകൊണ്ട് ടൊറന്റോയിലേക്ക് പോകുന്നത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കും. പക്ഷെ നടക്കില്ല. ജോലി സംബന്ധമായ ട്രെയിനിങ്, മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ അവരുടെ ടൊറന്റോ ഓഫീസ് അങ്ങോട്ട് വിളിപ്പിക്കും. വീട്ടിലെ ബോയ്സ് ടീം, ഉപ്പയും ഞാനും ചക്കരയും ചിലപ്പോഴൊക്കെ ടൊറന്റോയിൽ കറങ്ങാൻ പോകും. ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞത് എന്താന്നോ, ഏറ്റവും ഒടുവിലത്തെ ഹിമയുഗത്തിന് ശേഷം ആളുകൾ ടൊറന്റോയിൽ താമസമാക്കിയിട്ടുണ്ടാകും എന്നാണ്. സിറ്റിയെ കുറിച്ചുള്ള ഒരു സൈറ്റിലും ഇങ്ങനെ എഴുതിയത് ഞാൻ കണ്ടു. അന്നത്തെ ബ്ലാക്ക്വുഡ് ഗ്രാമമാണ് വളർന്ന് സിറ്റി ഓഫ് ടൊറന്റോ ആയത്. കാനഡയിലെ ഏറ്റവും വലിയ സിറ്റിയായ ടൊറന്റോയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 3 മില്യൺ ആണ്. 140-ലധികം ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രേഷ്ഠ ഭാഷയായ നമ്മുടെ മലയാളവും അതിലൊന്നാണല്ലോ. കാണുന്നവരെല്ലാം ഓർത്തു വയ്ക്കുന്ന ചില അടയാളങ്ങൾ ടൊറന്റോ നഗരത്തിലുണ്ട്. അതിലൊന്നാണ് CN ടവർ, കനേഡിയൻ നാഷണൽ ടവർ. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു ഇത്. 1815 അടി നീളമുള്ള ഈ കെട്ടിടത്തിന് 147 തറ നിരപ്പുകളാണ്. 3 വർഷം കൊണ്ടാണ് CN ടവറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭൂകമ്പങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ടവറിന് കൊല്ലത്തിൽ 75 തവണ മിന്നലേൽക്കുമത്രേ. ചെമ്പുകമ്പികൾ കൊണ്ട് എർത്ത് ചെയ്ത് സുരക്ഷിതമാക്കിയിരിക്കുന്നതിനാൽ ഇന്നുവരെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. മുകളിലെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമ്മളെ എത്തിക്കാൻ 6 ലിഫ്റ്റുകളുണ്ട്. 58 സെക്കൻഡിനുള്ളിൽ മുകളിലെത്തും. എന്റെ ചെവിയൊക്കെ കൊട്ടിയടയ്ക്കുന്ന പോലെ തോന്നിയിരുന്നു ആദ്യം കയറിയപ്പോൾ. CN ടവറിന്റെ 114 തറനിരപ്പിലാണ് ഒബ്സർവേഷൻ ഡെക്ക്. മൂടലില്ലാത്ത തെളിഞ്ഞ ദിവസമാണെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ നയാഗ്ര വെള്ളച്ചാട്ടം കാണാം. ഒബ്സർവേഷൻ ഡെക്കിലാണ് ഗ്ലാസ് ഫ്ലോർ. അതിൽ കയറി നിന്നാൽ പൊട്ടില്ല. ഞങ്ങളൊക്കെ കയറി നിന്നു. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് ഉമ്മാനെ കിട്ടൂല. ടവറിൽ പിന്നെയുള്ളത് കറങ്ങുന്ന ഒരു ഭക്ഷണശാലയാണ്. 1000 അടി താഴെയുള്ള നഗര കാഴ്ചകൾ 360 ഡിഗ്രിയിൽ തല തിരിക്കാതെ ഇരുന്ന് കാണാം. കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് ഞങ്ങളെ CN ടവർ കാണാൻ പല പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. റോം, ROM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റോയൽ ഒന്റാരിയോ മ്യൂസിയമാണ് അടുത്തത്. നമ്മുടെ തലയ്ക്കുമേലെയും സൈഡിലുമൊക്കെ ഭീമാകാരമായ ദിനോസോറുകളുടെ അസ്ഥികൂടങ്ങളാണ്. എന്തൊരു വലിപ്പമാണ് ഓരോന്നിനും. അതിനിടയിൽ ചക്കര നിന്നപ്പോൾ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമേയുള്ളൂ. ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ശില്പങ്ങളും കല്ലുകളും മമ്മികളും ഒക്കെയുണ്ട്. എന്താ ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതാവും നല്ലത്. 100 വർഷം തികഞ്ഞിരിക്കുന്നു വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്. പഴയ കെട്ടിടത്തിനോട് ചേർന്നാണ് പുതിയ മൈക്കിൾ ലീച്ചൻ ക്രിസ്റ്റൽ കെട്ടിടം. അറ്റമൊക്കെ കൂർത്ത്
ത്രികോണാകൃതിയിലുള്ള ഒരുമാതിരി ഡിസൈൻ. ഒറ്റ ദിനം കൊണ്ടുണ്ടാക്കിയതല്ല ഈ റോമും. കാലത്തിലൂടെ എന്നാണ് പൊതുവെ റോമിനെ കുറിച്ചുള്ള അഭിപ്രായം. ഏതു കാലത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു സാധനമെങ്കിലും ഇവിടെ ഉണ്ടാകും. ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ കാണാൻ വരുന്നത്. പഠിക്കാൻ വരുന്നവർ വേറെ, പിന്നെ സ്കൂൾ കുട്ടികളും. അങ്ങനെ റോമിലും തിരക്കു തന്നെ. ടൊറന്റോയിലെ മറ്റൊരു അതിശയമാണ് ഒന്റാരിയോ സയൻസ് സെന്റർ. ഈ സയൻസ് മ്യൂസിയത്തിൽ കളിക്കാനും പരീക്ഷിക്കാനും കുറേയേറെ കാര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ എല്ലാ തരക്കാർക്കുമുള്ള കളിയും കാര്യവും ഇവിടെയുണ്ട്. സമയം പോകുന്നത് അറിയില്ല, ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്ന്. അങ്ങനെ അവിടെ ചെലവഴിച്ച ഓരോ നിമിഷവും ശരിക്കും ആസ്വദിച്ചു. ബഹിരാകാശത്ത് പോകാനുള്ള കുപ്പായമൊക്കെ ഇട്ടു നിൽക്കുന്ന ചക്കരയെ കണ്ട് കുറെ ചിരിച്ചു. ആരായാലും ചിരിക്കും, അതുപോലെയായിരുന്നു അവന്റെ നിൽപ്പ്. ജിംനേഷ്യവും ശരീരം ബാലൻസ് ചെയ്തുള്ള നടത്തവും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. തോറ്റുപോയിട്ടോ. എത്ര പ്രാവശ്യമാണ് വീണത്. അക്വേറിയം, ഗുഹകൾ, ബുദ്ധിയെയും ചിന്താശക്തിയെയും വെല്ലുവിളിക്കുന്ന കളികൾ ഒക്കെയുണ്ട്. എളുപ്പമാണ് എന്ന് തോന്നിയ എത്ര കളികളിലാണ് ഞങ്ങളൊക്കെ തോറ്റത്. ഇതിനുള്ളിൽ ശാസ്ത്രവും മനുഷ്യനും തമ്മിലുള്ള ഓട്ടപ്പന്തയമാണത്രേ. കുറെ ഓടി തോറ്റപ്പോൾ ഞങ്ങൾ സെന്ററിനകത്തെ ഐമാക്സ് തിയേറ്ററിലേക്ക് പോയി. 40 മിനിറ്റ് ദൈർഘ്യമുള്ള അണ്ടർ ദ സീ എന്ന ഡോക്യുമെന്ററി ആയിരുന്നു അന്ന് അവിടെ കണ്ടത്. സ്ക്രീനിൽ തിരയുടെ വരവ് കണ്ട് ചക്കര അവന്റെ കാല് പൊന്തിച്ചൂട്ടോ. സയൻസ് സെന്ററിൽ കടലിനെ കുറിച്ചുള്ള സിനിമയാണ് കണ്ടതെങ്കിൽ ശരിക്കും കടലിനടിയിൽ പോയതുപോലെ തോന്നിക്കുന്നൊരു അക്വേറിയം ഉണ്ട് ടൊറന്റോയിൽ. എന്തൊരു രസമാണ് റിപ്ലീസ് അക്വേറിയം ഓഫ് കാനഡയിൽ പോയാൽ. കടലിനടിയിലേക്ക് ഊളിയിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ. തലയ്ക്ക് മുകളിലുള്ള ടാങ്കിൽ നീന്തി കളിക്കുന്ന വലിയ മീനുകൾ. എവിടെ നോക്കിയാലും വെള്ളവും മീനുകളും പവിഴപ്പുറ്റുകളും. മൂവിംഗ് കാർപ്പറ്റ് എന്ന ഭാഗത്ത് നിന്നാൽ കാർപ്പറ്റ് നീങ്ങി നമ്മളെ ഒരു തുരങ്കത്തിലെത്തിക്കും. കടലിനടിയിൽ നിൽക്കുന്നത് പോലെ നമുക്ക് മുകളിലൂടെ കൂറ്റൻ സ്രാവുകളും തിരണ്ടികളും കടൽ കുതിരകളും ചെറുതും വലുതുമായി പല നിറത്തിലും രൂപത്തിലുമുള്ള മത്സ്യലോകം നീന്തി തുടിച്ചങ്ങനെ പോകും. ചില മീനുകളെ തൊടാനും അനുവാദമുണ്ട് ട്ടോ. വെള്ളം നനയാതെ 3 മണിക്കൂർ കടലിനടിയിൽ കഴിഞ്ഞ് കരയിലേക്ക് കയറിയതുപോലെ തോന്നും. കരയിലെത്തിയില്ലേ, ഇനി കുന്നിനു മുകളിലെ കാസലോമയിലെ കഥകൾ കേൾക്കാം. കാസലോമ എന്ന സ്പാനിഷ് പദത്തിന്റെ അർത്ഥം ഹിൽ ഹൗസ് എന്നാണ്. ഹെൻറി പെല്ലറ്റും ഭാര്യയും താമസിച്ചിരുന്ന മനോഹരമായ വീടാണിത്. വീടല്ല, ശരിക്കും ഒരു കൊട്ടാരമാണിത്. തലമറന്നെണ്ണ തേച്ചിട്ടാണ് ഇതിങ്ങനെ ധൂർത്തിന്റെ പര്യായമായി നിൽക്കണേ എന്നാ ഉമ്മാന്റെ പരിഭവം. 1200 ഉറുപ്പിക മാസവരുമാനത്തിന് ടൊറന്റോ നഗരത്തിലെ ചില പ്രദേശങ്ങളിലെ മാത്രം തെരുവു വിളക്കുകളിൽ ബൾബ് ഇട്ടുകൊടുക്കുന്ന കമ്പനിയായിരുന്നു ഹെൻറിയുടേത്. പിന്നെ ടൊറന്റോ സിറ്റിയെ മുഴുവൻ വെളിച്ചത്തിലാക്കേണ്ട ചുമതല ഹെൻറിയുടെ കമ്പനി സ്വന്തമാക്കി. കുടുംബ ബിസിനസ്സും സ്വന്തം കമ്പനിയുടെ വരുമാനവുമായി ഹെൻറി വലിയ പണക്കാരനായി. പണക്കാരനായ ഹെൻറിയുടെ മോഹമായിരുന്നു ടൊറന്റോയിൽ ഒരു കുന്നിനു മുകളിൽ അതുവരെ ആരും കാണാത്ത തരത്തിലുള്ള രമ്യഹർമ്മ്യമുണ്ടാക്കണമെന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള സംഭവങ്ങളാണിതെല്ലാം. ഹെൻറിയുടെ ആഗ്രഹം പോലെ വീട് പണിതു. 98 മുറികളുള്ള വീട്ടിൽ 30 കുളിമുറികളും 25 നെരിപ്പോടുകളുമുണ്ട്. ഇതുകൂടാതെ വീടിനകത്ത് 18 മീറ്റർ നീളമുള്ള നീന്തൽക്കുളവും ഷൂട്ടിംഗ് ഗാലറിയും വീഞ്ഞുമുറിയും രഹസ്യ തുരങ്കങ്ങളും ഉണ്ടായിരുന്നു. ചില തുരങ്കങ്ങൾ ചെന്നെത്തുന്നത് റോഡിനു മറുവശത്തുള്ള സ്പാനിഷ് ടൈലുകൾ പതിച്ച കുതിരാലയത്തിലാണ്. 18 കാരറ്റിന്റെ സുവർണ ലിപികളിലാണ് ഹെൻറി കുതിരകളുടെ പേരെഴുതി വെച്ചിരുന്നത്. 40 പണിക്കാരുടെ സഹായമുണ്ടെങ്കിലേ വീടിനുള്ളിലെ 5000 ബൾബുകൾ മാറ്റാനും തുടച്ചു വൃത്തിയാക്കാനും പറ്റൂ. പറയുന്ന വില കൊടുത്ത് ലോകമെമ്പാടുമുള്ള കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ വാങ്ങിക്കുകയും വിരുന്നു നടത്തുകയുമായിരുന്നു ഹെൻറിയുടെയും ഭാര്യയുടെയും ഇഷ്ടവിനോദങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഹായുദ്ധം തുടങ്ങിയപ്പോൾ
പെൺകുട്ടികളുടെ ഗൈഡ്സ് രൂപീകരിക്കാനും ആംബുലൻസ് സർവീസ് കാര്യക്ഷമമാക്കാനും ഹെൻറിയും ഭാര്യയും വളരെയധികം പരിശ്രമിച്ചു. കൂടാതെ ബ്രിട്ടീഷ് മിലിറ്ററിയിൽ സന്നദ്ധ സേവകനായും ഹെൻറി സേവനമനുഷ്ഠിച്ചു. യുദ്ധം അവസാനിച്ചപ്പോൾ ബിസിനസ്സിൽ കാര്യമായ ഇടിവുണ്ടായി. കൂട്ടുകാരുടെ ഉപദേശവും ഹെൻറിയെ വഴിതെറ്റിച്ചു. നികുതി പണം അടയ്ക്കാൻ നിവൃത്തിയില്ലാതെയായി. അന്നത്തെ $28,000 നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കാൻ വഴി കാണാതെ ഹെൻറി വീട്ടിലുള്ള സാധനങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റു. വീട് ഉപേക്ഷിച്ച് ഹെൻറിയും ഭാര്യയും ദൂരെ ഏതോ ഗ്രാമത്തിലേക്ക് പോയി. അധികം വൈകാതെ രോഗബാധിതയായിരുന്ന ഹെൻറിയുടെ ഭാര്യ മരിച്ചു. ഗ്രാമത്തിലുള്ള അവരുടെ ഡ്രൈവറുടെ കൊച്ചു വീട്ടിലായിരുന്നു പിന്നീട് ഹെൻറി മരിക്കുന്നതുവരെ താമസിച്ചത്. കാസലോമയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും ടൊറന്റോ സിറ്റി കണ്ടുകെട്ടി. ഹെൻറി മരിക്കുമ്പോൾ ആകെയുണ്ടായിരുന്നത് $200 ആസ്തിയായിരുന്നു. എന്നാൽ മിലിട്ടറിയിലെ സേവനങ്ങളെ മാനിച്ച് ടൊറന്റോ കണ്ടതിൽ വച്ച് ഏറ്റവും ഗംഭീരമായ മരണാനന്തര ചടങ്ങുകൾ നൽകിയാണ് ഹെൻറിയെ യാത്രയയച്ചത്. ഹെൻറി മരണശേഷം കാസലോമ സംരക്ഷണം സർക്കാരിന്റെ ഉത്തരവാദിത്തമായി. നടക്കാത്ത പല ആശയങ്ങൾക്കുമൊടുവിൽ സ്മാരകമായി നിലനിർത്താൻ ടൊറന്റോ സിറ്റി തീരുമാനിച്ചു. അങ്ങനെയാണ് ഏറെ കാലങ്ങൾക്കു ശേഷം കാസലോമ സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. കാസലോമയിൽ ഗൈഡൊന്നുമില്ലാട്ടോ. നമ്മുടെ സൗകര്യത്തിന് വീടും പരിസരവും പതുക്കെ നടന്നു കാണാം. താമസക്കാർ ഉപേക്ഷിച്ച വീടാണ് കാസലോമ. എന്നാൽ 710 ഏക്കറിൽ ഇഷ്ടം പോലെ അന്തേവാസികളുള്ള സ്ഥലമാണ് ടൊറന്റോ മൃഗശാല. ഇവിടെ വിവിധ ഗണത്തിൽപ്പെട്ട 5000 മൃഗങ്ങളുണ്ടത്രേ. നടന്ന് നടന്ന് കാലുകുഴയും. ഭൂമിശാസ്ത്രപരമായ വേർതിരിവോടെ ഓരോ മൃഗങ്ങൾക്കുമുള്ള ആവാസ വ്യവസ്ഥിതികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് മുഴുവൻ നടന്നു തന്നെ കാണണമെന്നത് ഉപ്പാക്ക് നിർബന്ധമായിരുന്നു. ആഫ്രിക്കൻ മഴക്കാടുകളും പുൽപ്രദേശങ്ങളുമാണ് ഞങ്ങൾക്കിഷ്ടായത്. മസായ് ജിറാഫ്, സിംഹം, ആഫ്രിക്കൻ പെൻഗ്വിൻ, സീബ്ര, പുള്ളിപ്പുലി, ഹിപ്പോസ്, ഒട്ടകപ്പക്ഷി, പെലിക്കൻ, ബബൂൺ തുടങ്ങി കുറേ എണ്ണമുണ്ട്. അടുത്തത് ഓസ്ട്രലേഷ്യയാണ്. അവിടെ കങ്കാരുകളും എമുവും തന്നെ മൂപ്പന്മാർ. നീരാളി, ഇലക്ട്രിക് ഈൽ, അലിഗേറ്റർ, പാമ്പ്, തവള, പൂമ്പാറ്റ, തേനീച്ച തുടങ്ങി ചക്കരയ്ക്ക് പേടിയുള്ളതെല്ലാം ഇവിടെയാണ്. വലിയൊരു ചിതൽപുറ്റ് കണ്ടൂട്ടോ. ചെറുകരയിലെ തൊടിയിൽ ചെറുതൊരെണ്ണം ഫസിയാൻഡി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടതിന് ഒരാളുടെ വലിപ്പമുണ്ട്. കാനഡയിലെ ഉറുമ്പുകൾ മുഴുവനും അതിനകത്തായിരിക്കും. ബൈസൺ, ബീവർ, കൗഗർ, മൂസ്, റക്കൂൺ, കരടികൾ, അരയന്നങ്ങൾ എന്നിവയെ കനേഡിയൻ മേഖലയിൽ കണ്ടു. ആനയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ചക്കരയെ ഇത്രയും ദൂരം നടത്തിച്ചത്. ആനയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആനപ്പന്തിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു ആനക്കുട്ടിക്കുള്ള പേര് നറുക്കിട്ടെടുക്കുകയാണ്. കുട്ടികൾക്കാണ് അവസരം. പക്ഷെ ഇപ്പൊ അവിടെ ആനയില്ലാട്ടോ. 2 ആനകൾ അടുത്തടുത്ത് ചെരിഞ്ഞു. നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്നതിനെ കാലിഫോർണിയയിലേക്ക് കൊണ്ടുപോയി. ആനയെ നോക്കാനുള്ള കനേഡിയൻ മൃഗശാലയുടെ ലൈസൻസ് ഇനി പുതുക്കി കിട്ടിയാലേ മൃഗശാലയിൽ ആനയുണ്ടാവും. ചൈനയിൽ നിന്നും കൊണ്ടുവന്ന പാൻഡകളാണ് ജൈന്റ് പാൻഡാസ്, എർഷനും ഡാ മാഓയും. കുറച്ചു കാലമേ അവർ ടൊറന്റോയിൽ താമസിക്കൂ. മൃഗശാലയിലെ ജീവനക്കാർ എന്ത് ശ്രദ്ധയോടെയാണ് അവരെ നോക്കുന്നതെന്നോ. എല്ലാ ദിവസമൊന്നും അവരെ കാണിച്ചു തരൂല. കാലാവസ്ഥ നല്ലതാണെങ്കിൽ മാത്രമേ പുറത്തിറക്കൂ. ബർത്ത്ഡേ കാർഡും പ്രത്യേക കേക്കുമൊക്കെയായി ഇവരുടെ പിറന്നാൾ കേമായിട്ടാട്ടോ ആഘോഷിക്കുക. തിരക്കില്ലാത്ത സ്ഥലവും ടൊറന്റോയിലുണ്ട്. അതൊരു ദ്വീപാണ്. അവിടെ ട്രാമും കാറും ബസ്സും ഒന്നുമില്ല. അത്യാവശ്യം 1-2 സർവീസ് വാഹനങ്ങൾ മാത്രമാണുള്ളത്. ഒന്റാരിയോ തടാകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ദ്വീപ് സിറ്റിയിൽ നിന്ന് അകലെയല്ല. കടന്നു വേണം ടൊറന്റോ ഐലൻഡ്സിലെത്താൻ. ദ്വീപിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. സ്കൂൾ, ആശുപത്രി എന്നിവയ്ക്ക് പുറമെ ദ്വീപിൽ ചെറിയ വിമാനത്താവളമുണ്ട്. തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ആളുകൾ അധികവും ദ്വീപിലേക്ക് പോകുന്നത്.
വളരെ പഴയൊരു വിളക്കുമാടവും കുറച്ച് ഫാം ഹൗസുകളുമാണ് കാണാനുള്ളത്. ഫാം ഹൗസിൽ പോയാൽ കുതിരപ്പുറത്തു കയറാം. വെള്ളത്തിനടിയിലൂടെ ആളുകൾക്ക് നടന്ന് ദ്വീപിലെത്താനായി ഒരു തുരങ്കം ഉണ്ടാക്കുന്നുണ്ടത്രേ. അത് പണി കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് ദ്വീപിലേക്ക് നടന്നു പോകാം. അക്വേറിയത്തിലെ മൂവിംഗ് കാർപ്പറ്റ് പോലെയല്ല, ഇവിടെ നമ്മൾ നടക്കണം. നടക്കുന്നതിനേക്കാൾ സൈക്കിളിൽ പോകാനായിരിക്കും രസം. വലിയ വാഹനങ്ങളെ പേടിക്കാതെ വെള്ളത്തിനടിയിലൂടെ ഒരു സൈക്കിൾ സവാരി എങ്ങനെയുണ്ടാവും? ടൊറന്റോയിൽ ആളുകൾ മാത്രമല്ല, മരങ്ങളും കുടിയേറ്റക്കാരായി എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ജപ്പാനിൽ നിന്ന് എത്തിയതാണ് സകൂറ ചെറി മരങ്ങൾ. സിറ്റിയുടെ നടുക്കുള്ള ഹൈ പാർക്കിൽ ഏപ്രിൽ അവസാന വാരം നല്ല തിരക്കായിരിക്കും. അതിന് കാരണം ചെറി മരങ്ങളാണ്. ഏപ്രിൽ അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് മാസം ആദ്യം മരത്തിൽ നിറയെ വെള്ളയും പിങ്കും നിറമുള്ള കുഞ്ഞു പൂക്കൾ വിരിയും. ഒരാഴ്ച മാത്രമേ ഈ പൂക്കൾ ഉണ്ടാവൂ. അതിനിടയിൽ മഴ പെയ്താൽ പൂക്കളെല്ലാം കൊഴിയും. കാലമല്ലാത്ത കാലത്ത് ചെറിമരത്തിന്റെ ഹ്രസ്വമായ പുഷ്പിക്കലിന് പിന്നിലൊരു കഥയുണ്ട്. ജപ്പാനിൽ നിന്ന് മരത്തിനോടൊപ്പം കാനഡയിൽ എത്തിയ കഥ ഉമ്മാക്ക് കിട്ടിയത് ലൈബ്രറിയിൽ നിന്ന് വായിക്കാനെടുത്തൊരു ബുക്കിൽ നിന്നാണ്. ജപ്പാനിലെ ഗ്രാമത്തിൽ സ്നേഹവും മനസ്സലിവുമുള്ള ഒരു വല്യപ്പനും വല്യമ്മയും പാർത്തിരുന്നു. ഇവർക്ക് ആകെയുള്ള കൂട്ട് ഒരു നായയാണ്. തൊടിയിൽ നിന്ന് അന്നന്നേക്കുള്ള വക എന്തെങ്കിലും കിട്ടിയാലായി. ഇല്ലെങ്കിൽ ആ ദിവസം പട്ടിണിയാകുന്ന അവസ്ഥയായിരുന്നു അവരുടേത്. എങ്കിലും അയൽക്കാരെയൊക്കെ സഹായിച്ചും എല്ലുമുറിയെ പണിയെടുത്തും കിട്ടുന്നത് പങ്കിട്ടും സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചത്. വല്യപ്പന്റെ തൊടിയിൽ ഒരു ചെറിമരമുണ്ട്. അത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്തിട്ടില്ല. അതിനോട് ഒട്ടും പരിഭവിക്കാതെ വല്യപ്പൻ ദിവസവും മരത്തിന് വെള്ളം കൊടുക്കും. ഒരു ദിവസം വൈകുന്നേരം വല്യപ്പനും വല്യമ്മയും നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവരുടെ നായ ഓടിപ്പോയി ചെറിമരത്തിന്റെ ചുവട്ടിലെ മണ്ണ് മാന്താൻ തുടങ്ങിയത്രേ. കുറച്ചുനേരം മണ്ണിൽ കളിച്ചു മടുക്കുമ്പോൾ നായ തിരിച്ചു വരുമെന്ന് കരുതി രണ്ടുപേരും നടത്തം തുടർന്നു. പക്ഷെ നായ പോയില്ല. നടത്തം പാതി വഴിക്ക് നിർത്തി വല്യപ്പനും വല്യമ്മയും തിരിച്ചു വന്ന് നോക്കുമ്പോഴും നായ മണ്ണ് മാന്തുകയാണ്. ഉടനെ വല്യപ്പൻ വീട്ടിനകത്ത് പോയി മൺവെട്ടി എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് നായ മാന്തിയ സ്ഥലം കിളയ്ക്കാൻ തുടങ്ങി. കിളച്ച് ഒടുവിൽ വല്യപ്പനൊരു പെട്ടി കിട്ടിയത്രേ. അതിൽ സ്വർണ നാണയങ്ങളായിരുന്നു. സന്തോഷം കൊണ്ട് നായയെ കെട്ടിപ്പിടിച്ച് സ്വർണവുമെടുത്ത് അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇതത്രയും ഒളിച്ചു നിന്ന് വല്യപ്പന്റെ അയൽവാസി കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ അയൽവാസി വല്യപ്പന്റെ വീട്ടിലെത്തി. നായയെ കുറച്ചുനേരം തന്റെ വീട്ടിൽ കൊണ്ടുപോയി കളിപ്പിക്കട്ടെ എന്ന് ചോദിക്കാനാണ് അയാൾ വന്നത്. പാവം വല്യപ്പൻ നായയെ കൊണ്ടുപോയിക്കോളാൻ അനുവാദം കൊടുത്തു. ഇയാൾ നായയെയും കൊണ്ട് അവരുടെ വീട്ടിലെ തൊടിയിലേക്ക് പോയി. അവിടെയുള്ള ചെറിമരത്തിനു താഴെ നായയെ നിർത്തി അതിനോട് മാന്താൻ പറഞ്ഞു. കുറെ തവണ നിർബന്ധിച്ചിട്ടും നായ അനങ്ങിയില്ല. അടക്കാനാവാത്ത ദേഷ്യം കൊണ്ട് വല്യപ്പന്റെ അയൽവാസി ഒരു വടിയെടുത്ത് നായയുടെ തലയ്ക്ക് ഒറ്റയടി. പാവം, അത് ചത്തുപോയി. വിവരമറിഞ്ഞ വല്യപ്പനും വല്യമ്മയും ഓടി വന്നു. കരഞ്ഞുകൊണ്ട് നായയെയും എടുത്ത് അവർ അവരുടെ വീട്ടിലേക്ക് പോയി. നായ മണ്ണുമാന്തിയ നിധി കണ്ട ചെറിമരത്തിനു കീഴിൽ തന്നെ അവർ അതിനെ കുഴിച്ചിട്ടു. അങ്ങനെ വല്യമ്മയും വല്യപ്പനും ഒറ്റയ്ക്കായി. ഒരു ദിവസം വല്യമ്മയുടെ അരി ഇടിക്കുന്ന ഉരൽ പൊളിഞ്ഞു. അരി പൊടിച്ച് അപ്പം ചുടാൻ നിവൃത്തിയില്ലാതെയായപ്പോൾ വല്യപ്പൻ ചെറിമരത്തിന്റെ കൊമ്പ് വെട്ടി വല്യമ്മയ്ക്ക് ഉരലുണ്ടാക്കി കൊടുത്തു. വല്യമ്മ പുതിയ ഉരലിൽ അരിയിട്ട് ഇടിച്ചു പൊടിക്കാൻ തുടങ്ങിയപ്പോൾ അരിമണികൾക്ക് പകരം സ്വർണമണികളാണ് ഉരലിൽ നിന്ന് തെറിച്ചു വീണത്. ഇതും നായയുടെ പണി തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. വല്യമ്മയും വല്യപ്പനും കരഞ്ഞുകൊണ്ട് ചെറിമരത്തിനടിയിലേക്ക് പോയി. ഇതെല്ലാം ആ അയൽവാസി ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. സ്വർണത്തിനോട് ആർത്തിയുള്ള അയാൾ പിറ്റേന്ന് രാവിലെ ഉരൽ കടം വാങ്ങാൻ വല്യമ്മയുടെ അടുക്കലെത്തി. സ്നേഹത്തോടെ വല്യമ്മ ഉരൽ കൊടുത്തു. അയൽവാസിയും ഭാര്യയും കുറച്ചു അരിയെടുത്ത് ഇടിക്കാൻ തുടങ്ങി. കുറെ നേരം ഇടിച്ചിട്ടും അരി പൊടിയുകയോ സ്വർണമണികളാവുകയോ ചെയ്തില്ല. ദേഷ്യമൂത്ത് അയാൾ ആ ഉരൽ കത്തിച്ചു. വൈകുന്നേരം ഉരൽ വാങ്ങാൻ ചെന്ന വല്യമ്മയ്ക്ക് കിട്ടിയത് കുറച്ച് ചാരമാണ്. നായയുടെ സ്നേഹമോർത്ത് വല്യമ്മ കരഞ്ഞുകൊണ്ട് ചാരവും വാരി വീട്ടിലേക്ക് പോന്നു. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന വല്യമ്മയോട് വല്യപ്പൻ കാര്യം അന്വേഷിച്ചു.
സങ്കടത്തോടെ വസ്ത്രത്തിൽ പൊതിഞ്ഞ ഉരലിന്റെ ചാരം വല്യമ്മ കാണിച്ചു. വല്യപ്പൻ അയൽവാസിയോട് വഴക്കിനൊന്നും പോയില്ല. പകരം ആ ചാരം അവർ ചെറിമരത്തിനു മുകളിലും ചുറ്റും വിതറിയിട്ടു. പിറ്റേന്നു രാവിലെ രണ്ടുപേരും തൊടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെറിമരത്തിൽ നിറയെ വെള്ളയും റോസും നിറമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത്. നായയ്ക്ക് അവരോടുള്ള സ്നേഹമാണ് പൂക്കളായി വിരിഞ്ഞത് എന്നോർത്ത് അവർ സന്തോഷിച്ചു. ചെറിമരങ്ങൾ പൂവിടുന്നതിന് ചെറി ബ്ലോസം എന്നാണ് പറയുന്നത്. ഏപ്രിൽ അവസാനത്തോടെ ചെറി ബ്ലോസം ഉണ്ടാവും. ഇല കാണാൻ കഴിയില്ല, അത്രയധികം പൂവുണ്ടാവും. തണുപ്പ് കൂടിയാൽ പൂക്കില്ലാട്ടോ, മരത്തിനും തണുക്കില്ലേ. ചെറിയ കാറ്റ് വീശിയാൽ മതി പൂക്കൾ കൊഴിയും. ചൈനക്കാരായ ചിലർ നിലത്തു വീഴുന്ന പൂക്കളുടെ ഇതളുകൾ പെറുക്കിയെടുക്കും. ആരും മരത്തിൽ നിന്ന് പറിക്കാറില്ല. പൂ പെറുക്കാൻ ഉമ്മയും അവരുടെ കൂട്ടത്തിൽ കൂടും. ചായയും കേക്കും ഉണ്ടാക്കുമ്പോൾ ചേർക്കാനാണത്രേ പൂവിതളുകൾ പെറുക്കി കൊണ്ടുപോകുന്നത്. വെറുതെ കുറെ നേരം ആളുകളുടെ കൂടെ നടന്ന് പൂ പെറുക്കുമെന്നല്ലാതെ ഉമ്മ അതൊന്നും ചായയിലിടൂല. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ ഇനിയുമുണ്ട് സ്ഥലങ്ങളും കഥകളും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ടൊറന്റോ നഗരത്തിന് പുറത്തേക്കു കടക്കാം.